എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കുർക്കുറി ഭീണ്ടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ചോറിനൊപ്പമോ ചപ്പാത്തിക്കൊപ്പമോ സൈഡ് ഡിഷായിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം വെണ്ടയ്ക്കയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയ ശേഷം തുടച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് കനം കുറച്ച് ഇതുപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതിനുള്ളിലെ കുരുവെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകളൊക്കെ ഒന്ന് ചേർക്കാനുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ ചാട്ട് മസാലയും, 2 ടേബിൾ സ്പൂൺ കടലമാവുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ നാരങ്ങാ നീരാണ്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷമാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ആകെ ഒരു കുഴഞ്ഞ പരുവത്തിലാകും. അപ്പോൾ ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ആ കടലമാവും അരിപ്പൊടിയും ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂണിനടുത്ത് സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ചേർത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അടി ചേർത്തിട്ട് വേണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ പാകത്തിന് ചൂടായോ എന്നറിയാനായിട്ട് ഒരു വെണ്ടയ്ക്കയുടെ പീസ് ഇട്ട് കൊടുക്കാം. അത് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എണ്ണ പാകത്തിന് ചൂടായിട്ടുണ്ടെന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കുറച്ച് വീതം ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാടങ്ങ് ഇട്ട് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കരുത്. ഇപ്പോൾ ഞാനിവിടെ ഒരു 1/4 കിലോ വെണ്ടയ്ക്കയാണ് എടുത്തത്. ഇത് 3 ബാച്ചായിട്ടാണ് ഇവിടെ ഞാൻ വറുത്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. തീ ഒരുപാട് കൂട്ടി വയ്ക്കാനും പാടില്ല, കുറച്ച് വയ്ക്കാനും പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. ഞാനിപ്പോൾ ഏകദേശം 1 മിനിറ്റിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതൊന്ന് ഫ്രൈ ആയി വരാനുണ്ട്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ കുർക്കുറി ഭീണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള വെണ്ടയ്ക്കയും കൂടി ഒന്ന് വറുത്തെടുക്കാം. വളരെ കനം കുറച്ച് കട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചായക്കൊപ്പം കറുമുറയെ കഴിക്കാനായിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ കഴിക്കാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒരു സൈഡ് ഡിഷായിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വെറൈറ്റി സ്നാക്ക് ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി തരാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്